പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തില് നല്ലൊരു ദിവസം അച്ഛൻ ആശംസിക്കുക. ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന വചനഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യം. ഈ വചനം വായിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ, നോമ്പിൻ്റെ കൃപയില്, നോമ്പിൻ്റെ ചൈതന്യത്തില് നമ്മുടെ മനോഭാവത്തിന് വലിയ മാറ്റം വേണമെന്നുള്ള ചിന്ത വരുന്നത്. അതിലുപരിയായി നോമ്പിൻ്റെ കൃപയില് തമ്പുരാന്റെ മനോഭാവം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വചനം എന്താണെന്നറിയോ? മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് സേവിക്കപ്പെടാനല്ല, സേവിക്കാനാണ്. അനേകരുടെ മോചന ദ്രവ്യമായി തന്റെ ജീവൻ നൽകാൻ. പ്രിയമുള്ളവര്, ഇതാണ് അച്ഛൻ പറഞ്ഞത്. ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടിന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട്. എല്ലാവരും അംഗീകാരത്തിനും പ്രശംസയ്ക്കും അധികാരത്തിനും ഓടി നടക്കുമ്പോൾ യേശു പറയാ, ലോകത്തിന്റെ കാഴ്ചപ്പാട് അനുസരിച്ചല്ല ഞാൻ ജീവിക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ആവശ്യപ്പെടുന്നത്. മറിച്ച് പ്രിയമുള്ളവര്, യേശു പറയാണ് താൻ ദൗത്യം എന്താണെന്ന്. നമ്മളെല്ലാവരും സേവിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. കർത്താവ് പറയാ, അതൊന്നും പാടില്ല. എൻ്റെ മനോഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടിയാ. അതിനാണ് കർത്താവ് അർത്ഥമാക്കി പറയുന്നത്. ഞാൻ സേവിക്കാൻ പറഞ്ഞപ്പോൾ സേവിക്കപ്പെടുവാനോ എന്നെ അനുസരിക്കുവാനോ ഒന്നുമല്ല കർത്താവ് പറഞ്ഞത്. മറിച്ച് നിങ്ങൾ പാപകരമായ അവസ്ഥയിൽ ലോകത്തിൻ്റെതായ അനുരൂപപ്പെട്ട് ജീവിക്കുമ്പോഴും കർത്താവ് എന്താ പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തെറ്റുകൾക്ക് വേണ്ടി, നിങ്ങളുടെ പഴയ മനുഷ്യൻ്റെ അവസ്ഥ മാറ്റപ്പെടുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അനേകരുടെ മോചന ദ്രവ്യമായി ഞാൻ മാറി തമ്പുരാൻ. അപ്പോൾ പ്രിയമുള്ളവര്, മറ്റുള്ളവരെ സേവിക്കുവാനും സ്നേഹിക്കുവാനും അവരെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും അവരെ പരിമിതിക്കും വേണ്ടി ഞാൻ ജീവിക്കാനും മരിക്കാനും തയ്യാറാണ് എന്നൊരു വചനമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എങ്കിൽ പ്രിയമുള്ളവര്, ലോകത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ആവാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും മറ്റുള്ളവർക്ക് വ്യയം ചെയ്യപ്പെടുവാനും മറ്റുള്ളവർക്കും ജീവിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. എങ്കിൽ ആ ഒരു ചിന്ത വെച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ തുടങ്ങാം. സ്വാഭാവികം പാടാണ്, പക്ഷെ ഒന്നുണ്ട്, നോമ്പിൻ്റെ ചൈതന്യത്തിൽ നമുക്കത് സാധിക്കും. എങ്കിൽ അത് സാധിക്കാൻ വേണ്ടി ഉള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, ഈ ഒരു ചിന്ത നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ ഭവനത്തിൽ ആരംഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതപങ്കാളിയെ സേവിക്കുവാൻ, മക്കളെ സേവിക്കാൻ, അവർക്ക് വേണ്ടി ജീവിക്കാൻ, അവരെന്നോട് എന്ത് ചെയ്യും, അവരെനിക്ക് എന്ത് ചെയ്തു തരും എന്നൊന്നും നോക്കാതെ മാക്സിമം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള കൃപ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാ പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് വാഗ്ദത്ത പേടകം ഇതിനകത്തേക്ക് നിങ്ങൾക്ക് സമർപ്പിക്കാം. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ മനോഭാവത്തോടുകൂടി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള വലിയ കൃപ നിങ്ങൾക്ക് തരട്ടെ. ഇതാ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ അച്ഛൻ അൾത്താരയിലേക്ക് സമർപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ ശമിച്ചാള കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.